I am not a SEBI registered advisor or financial advisor. Content shared on this channel is for information and education purposes only and should not be treated as investment or trading advice. Please do your own analysis or take independent professional financial advice before making any investments based on your own personal circumstances. Investment in securities are subject to market risks. Please carry out your due diligence before investing. And last but not the least, past performance is not indicative of future returns. ഹലോ എവരിവൺ. ഇന്ന് 2025 ജൂലൈ 13 ഞായർ. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനൽ ഫൺടെക് മൂമിലേക്ക് സ്വാഗതം. ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. 5ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നതിനെപ്പറ്റിയും അതിൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. വീഡിയോ കാണുന്നവരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ മുഴുവനായും കാണുക, പരമാവധി ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുതൽ മുടക്ക് ഒന്നും ഇല്ലാത്ത ഒരു സഹായമാണ്. മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ സ്ട്രാറ്റജി സിമ്പിൾ ആയിരിക്കണം. അതിൽ ഒരു എൻട്രി സ്ട്രാറ്റജിയും ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ തന്നെ രൂപപ്പെടുത്തേണ്ടതും മിനിമം 3 വർഷം എങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടതുമാണ്. എന്തുകൊണ്ട് 3 വർഷം? 3 വർഷത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മുഴുവൻ സൈക്കിൾ കംപ്ലീറ്റ് ആകാറുണ്ട്. അതായത് ബുൾ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ്, കൺസോളിഡേഷൻ എന്നിവ. 3 വർഷം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ സ്ട്രാറ്റജിയുടെ സക്സസ് റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ ഈ 3 വർഷത്തിൽ സ്ട്രാറ്റജിയിൽ വരുത്തേണ്ട ചേഞ്ചസ് മനസ്സിലാക്കി ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ആക്കി മാറ്റാൻ കഴിയുന്നു. ഒരു തുടക്കാരൻ ആണ് എങ്കിൽ യൂട്യൂബിൽ തന്നെ നിരവധി സ്ട്രാറ്റജികൾ കണ്ടെത്താൻ കഴിയും. അതിൽ നിന്നും വളരെ സിമ്പിൾ ആയ ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാം. ട്രേഡിംഗ് വ്യൂവിൽ നിന്നും പ്രസ്തുത സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നല്ല വിന്നിംഗ് റേറ്റുള്ള സ്ട്രാറ്റജി അങ്ങനെ തിരഞ്ഞെടുക്കാം. പിന്നീടാണ് ഇതിന്റെ റിയൽ ലൈഫ് ടെസ്റ്റിംഗ് വരുന്നത്. ഈ സ്ട്രാറ്റജി ട്രേഡിംഗ് ചെയ്യുന്നതിന് അടുത്ത 3 വർഷം ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിലെ പോരായ്മകൾ നമുക്ക് മനസ്സിലാകും. പിന്നീട് ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മുടെ സ്വന്തം സ്ട്രാറ്റജി ആക്കി മാറ്റാം. എന്തുകൊണ്ടാണ് സ്വന്തമായി സ്ട്രാറ്റജി വേണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റുള്ളവരുടെ ടിപ്സ് കൊണ്ട് സക്സസ് ആയ ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ സമ്പാദ്യത്തിനായി മറ്റൊരാളെ ഡിപെൻഡ് ചെയ്യുന്നത് എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മറ്റൊരാളുടെ ഏതൊരു ഐഡിയയും സ്വന്തമായി വിശകലനം ചെയ്യാൻ നമുക്ക് കഴിവ് ഉണ്ടാകണം. അത് ഇല്ലെങ്കിൽ ആ കഴിവ് നമ്മൾ ഉണ്ടാക്കണം. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതിനായി ദിവസവും നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ചാൽ മാത്രം മതിയാകും. മുൻപേ ഞാൻ പറഞ്ഞു സ്ട്രാറ്റജി സിമ്പിൾ ആകണം എന്നത്. സ്ട്രാറ്റജി സിമ്പിൾ ആകുന്നത് വഴി അത് നമുക്ക് കൂടുതൽ കാലം കുറഞ്ഞ ഇഫോർട്ട് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. കോംപ്ലക്സ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും പിന്നീട് ആ സ്ട്രാറ്റജി ഒഴിവാക്കാൻ തന്നെ കാരണമാകുകയും ചെയ്യും. 10-20 സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നതിലും സക്സസ് ഒരു ഒറ്റ സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് വഴി നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനാവശ്യമായ ടൂളുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ അനാലിസിസിനായി നമുക്ക് സ്ക്രീനർ.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. ടെക്നിക്കൽ അനാലിസിസിനായി ഏറ്റവും മികച്ചത് ട്രേഡിംഗ് വ്യൂ ആണ്. ഒരു തുടക്കക്കാരന് ഇവയുടെ ഫ്രീ വേർഷൻ ധാരാളമാണ്. നമ്മൾ കൺസിസ്റ്റന്റായി 3 വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സക്സസ് ആകുകയും സ്റ്റോക്ക് പഠനം കൂടുതൽ നടത്തണം എന്ന് തോന്നുകയാണ് എങ്കിൽ മാത്രം ട്രേഡിംഗ് വ്യൂ സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിൽ എടുക്കാം. സ്ക്രീനർ ഫ്രീ വേർഷൻ തന്നെ മതിയാകും. പോർട്ട്ഫോളിയോ സൈസ് 50 ലക്ഷത്തിന് മുകളിൽ ആകുമ്പോൾ കൂടുതൽ ഡീപ് സ്റ്റഡി ചെയ്യുന്നവർക്ക് സ്ക്രീനർ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഫ്രീ വേർഷനുകളിലെ ഓപ്ഷനുകൾ തന്നെ ഒരാൾക്ക് ധാരാളമാണ്. ഇനി ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ ഗൂഗിൾ ഷീറ്റ് നോക്കാം. 3 സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ഉള്ളത്. ആയതിൽ സിയുടെ സ്റ്റോക്ക് 7%-ലധികം താഴ്ന്നിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. ഡിസ്ക്ലെയ്മർ: ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനായോ ടിപ്സ് ആയോ പരിഗണിക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക.